പിന്നെ പോയത് നേരെ വാച്ചിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു മലയാളിയുടെ ഷോപ്പായിരുന്നു. ആ ഷോപ്പിൻ്റെ ഓണർ ഒരു ഫൈസൽക്ക തന്നെയാണ് നമുക്ക് ഐറ്റംസ് എല്ലാം കാണിച്ചു തന്നതും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്ക് നിന്നതും. ഫൈസൽക്ക അടിപൊളി കേട്ടോ, കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഐറ്റംസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിച്ചിരുന്നു, ഒരു മടിയും കൂടാതെ എല്ലാ ഐറ്റംസും കാണിച്ചു തന്നു. വാച്ചിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് തള്ളിപ്പോവും, അത്രയും കളക്ഷൻസ് ആയിരുന്നു അവിടെ. പക്ഷേ ഫൈസൽക്ക ആൾ പൊളിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ 100 രൂപക്ക് പർച്ചേസ് ചെയ്യാൻ പോയ ഒരാളെ 200 രൂപക്ക് എടുപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഫൈസൽക്ക. അങ്ങനെ തന്നെ നമ്മളെ ബഡ്ജറ്റിനേക്കാൾ ഒരുപാട് അപ്പുറം പോയി നമ്മുടെ പർച്ചേസ്. പക്ഷേ അവിടുത്തെ കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് നിർത്താൻ കഴിയില്ല കേട്ടോ, അത്രക്കും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. വാച്ച് സെലക്ട് ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല, അവർക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. തൽക്കാലം നമ്മൾ അന്നത്തെ പർച്ചേസൊക്കെ അവസാനം